ഭ്രാന്തനോ മനസ്സിലായില്ല. ഞാൻ അശോകൻ. അശോകനോ? കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഡോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ, എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവേണം? വാട്ട് യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക എന്താ? നിന്നെ അല്ലടാ മോനെ, അശോക. അശോകന? കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട, നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ട, നീ വിളച്ചെടുക്കല. ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനാ ഇവൻ. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. കുട്ടിമാമ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ രണ്ട് വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. തീവ്രവാദിയാണ്. അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്. മാറുന്നില്ലേ? അശ്വതി